ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഫെബ്രുവരി 12. മാനുഷികമായ ഭരണനിർവഹണം. ഭരണ സംവിധാനത്തിൻ്റെ മുഖമുദ്ര മാനുഷികതയാകണമെന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. നിയമങ്ങൾ ജനങ്ങൾക്കു വേണ്ടിയാണ്. നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ ഭേദഗതിയുടെ ആനുകൂല്യം വീടില്ലാത്ത സാധാരണക്കാർക്ക് നിഷേധിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മുന്നറിയിപ്പ് LDF സർക്കാരിൻ്റെ ഈ നിലപാടിൻ്റെ പ്രഖ്യാപനമായിരുന്നു. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും ജലലഭ്യതയ്ക്കും ഏറെ അത്യന്താപേക്ഷിതമായതിനാലാണ് 2008 VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. എന്നാൽ അത് വീടില്ലാത്ത സാധാരണക്കാർക്ക് വീടുണ്ടാക്കുന്നതിന് തടസ്സമായിക്കൂടാ എന്നതിനാൽ നെൽവയൽ തണ്ണീർത്തട പരിധിയിലോ ഡാറ്റാ ബാങ്കിലോ ഉൾപ്പെട്ട ഭൂമിയായാലും സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ അനുവാദം നൽകുന്ന വിധത്തിൽ നിയമത്തിൽ 2018 LDF സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു. സ്വന്തമായി ഭൂമിയുണ്ടായിട്ടും വീട് വയ്ക്കാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലതാമസത്തിൽ നിന്നും തടസ്സവാദങ്ങളിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഭേദഗതിയുടെ ലക്ഷ്യം. ഈ ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത 10 സെൻറ്റിൽ കുറഞ്ഞ നിലം ഭൂമിയിൽ വീട് വയ്ക്കുന്നതിന് ഭൂമി തരം മാറ്റേണ്ടതില്ല. ഈ ഇളവിനെക്കുറിച്ച് അറിയാത്തവർ ഭൂമി തരം മാറ്റുന്നതിനായി നൽകുന്ന അപേക്ഷകൾ വെച്ചു താമസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഭരണ സംവിധാനത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതിഫലനമാണ്. 3 സെൻറ്റിൽ കുറഞ്ഞ സ്ഥലവും വീടും ഈടുവച്ചെടുത്ത വായ്പയിൽ ജപ്തി നടപടി പാടില്ലെന്ന് സഹകരണ ബാങ്കുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന നിലപാടും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഭൂമി തരം മാറ്റാതെ തന്നെ പഞ്ചായത്തിൽ 10 സെൻറ്റിലും നഗരത്തിൽ 5 സെൻറ്റിലും വീടിന് അനുമതി നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്നതാണ് 2018 ഭേദഗതി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത 10 സെൻറ്റിൽ കുറഞ്ഞ നിലം ഭൂമിയിൽ 1291.67 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട് നിർമ്മിക്കാം. 5 സെൻറ്റ് വരെയുള്ള നിലം ഭൂമിയിൽ 430.56 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടവും നിർമ്മിക്കാം. ഇതിനൊന്നും തരം മാറ്റേണ്ടതില്ല. ഈ ഇളവുകളെക്കുറിച്ച് അറിയാതെ തരം മാറ്റത്തിനായി അപേക്ഷ നൽകാനെത്തുന്നവരെ അക്കാര്യം അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതിൽ വീഴ്ച വരുന്നുണ്ടെന്നും അപേക്ഷകൾ വെച്ചു താമസിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്ന ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പലവട്ടം ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. യാന്ത്രികമായി കൈകാര്യം ചെയ്യാനുള്ളതല്ല ഒരു ഫയലും അപേക്ഷയും. പൊതുജന സേവകൻ എന്നാണ് ജനാധിപത്യത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ വിളിക്കുക. എങ്കിലും അധികാരികൾ എന്ന നിലയിൽ വർത്തിക്കാനുള്ള പ്രവണത അതിനുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ജനകീയ സർക്കാരിൻ്റെ നിലപാടുകളെ പരാജയപ്പെടുത്താൻ ചിലപ്പോൾ ഒരു വില്ലേജ് ഓഫീസർക്ക് വരെ സാധിച്ചേക്കാം എന്നതിനാലാണ് വീടിനുള്ള അപേക്ഷകൾ വെച്ചു താമസിപ്പിച്ചാൽ കർശന നടപടി എന്ന നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിന് ഈടുവസ്തുക്കൾ ജപ്തി ചെയ്യാൻ ബാങ്കുകൾക്ക് അധികാരം നൽകുന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സർഫാസി നിയമം നിരവധി കുടുംബങ്ങളെ വഴിയാധാരമാക്കുകയും ചിലരെയെങ്കിലും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ജപ്തി നടത്താവൂ എന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നിയമം ബാങ്കുകൾക്ക് നൽകുന്ന അധികാരത്തിന് കുറവൊന്നും വന്നിട്ടില്ല. അതിനാൽ തന്നെ സർഫാസി നിയമം നടപ്പാക്കുന്നതിൽ സഹകരണ മേഖല മറ്റു ബാങ്കുകൾക്ക് മാതൃകയാകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. 3 സെൻറ്റിൽ താഴെ സ്ഥലവും വീടും ജപ്തി ചെയ്യാൻ പാടില്ല. വീട് ഒരാളുടെ അവകാശമാണെന്ന സർക്കാർ നിലപാട് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ആരെയും വഴിയാധാരമാക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്നും ഇതിനനുസൃതമായ നിലപാട് സഹകരണ മേഖല സ്വീകരിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. ജീവസുറ്റ ഭരണ സംവിധാനത്തിൽ നിയമങ്ങൾക്കും നിയമ നടത്തിപ്പിനുമുണ്ടാകേണ്ട മാനുഷിക മുഖത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി വേണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കാണാൻ. ഒപ്പം അതൊരു ജനകീയ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം കൂടിയാണ്.